ഒരു IT പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി കമ്പനിയിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ചിന്തിച്ചു, എന്തായാലും ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് പറയണം ബോസിനോട്. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ആ ഒരു തോട്ട് ആദ്യം തന്നെ വൈഫിനായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ബോസിനായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. വർക്ക് പ്ലേസിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്തൊരു നെർവസ്നെസ്സും ഒരു പേടിയൊക്കെ ഫീൽ ചെയ്തു. ബോസിനായിട്ട് സംസാരിക്കണമല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എന്തായാലും വേണ്ടില്ല സംസാരിക്കണം എന്നുള്ള പൂർണ്ണ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ബോസിനെ കാണാൻ തീരുമാനിച്ചു. ചെന്ന് ബോസിനോട് കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ 10 വർഷമായിട്ട് ജോലി ചെയ്യാണ്, എനിക്ക് സാലറി ഇൻക്രിമെന്റും അതുപോലെ പ്രൊമോഷനൊക്കെ വേണം. ബോസ് കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഓക്കെ, നിനക്ക് നല്ലൊരു പ്രൊമോഷനും നല്ലൊരു പോസ്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമായി. അദ്ദേഹം ചിന്തിച്ചു, ഈ ഒരു സർപ്രൈസ് വൈഫിനൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് തീരുമാനിച്ച് അന്ന് വൈകുന്നേരം വീട്ടിലെത്തി. വീടിൻ്റെ വാതിലിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം ക്യാൻഡിൽ ലൈറ്റുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നല്ല കളർഫുൾ ലൈറ്റുകളൊക്കെ തെളിയുന്നുണ്ട്. അപ്പോൾ സംഭവം അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ ടേബിളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അടുത്തെത്തിയപ്പോൾ ഒരു ചെറിയൊരു കത്ത് കിട്ടി. അതിൽ എഴുതിയിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻ ഡാർലിംഗ് ഫോർ യുവർ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്, ഐ എം സോ ഹാപ്പി ആൻഡ് വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഇറ്റ്, ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല വേർഡ്സുകൾ അതിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അപ്പം തന്നെ മനസ്സിലായി ഇതെങ്ങനെയോ ലീക്കായിട്ടുണ്ട്, ആരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വൈഫിനോട് എന്ന്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വൈഫ് നല്ല കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് അടുത്തേക്ക് വന്നു. അവരെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ പരസ്പരം കിസ്സൊക്കെ ചെയ്ത് രണ്ടുപേരും കൂടി ആ ഒരു രംഗം അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചിന്തിച്ചു, ഏതായാലും വൈഫിനെ ഒന്ന് സഹായിക്കാം. അങ്ങനെ കിച്ചണിലേക്ക് പോയി. സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് ഇങ്ങനെ നടന്നു പോയപ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ താഴെ വീണു. അദ്ദേഹം വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി അവർ കാണാതെ ആ ലെറ്റർ എടുത്തു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അത് നോക്കിയപ്പോൾ ഇങ്ങനെയാണ്, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കരുത്, എന്തൊക്കെയായാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. അതായത് വൈഫ് ഓൾറെഡി പ്രിപ്പയർ ആണ്. ആദ്യത്തെ ഏത് സാഹചര്യവും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫ് റെഡി ആയിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഇതുപോലെയുള്ള ഒരു പാർട്ട്ണർ നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ പല പ്രതിസന്ധിയും വരും. ചിലപ്പോൾ പ്രയാസങ്ങൾ വരും, സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരും, വിജയവും പരാജയവും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പാർട്ട്ണർ, ഒരു സപ്പോർട്ടിന് നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏതും ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ടാകും. ഏത് സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാനും പറ്റും. ഇങ്ങനെയുള്ള പാർട്ട്ണറാണോ നിങ്ങൾ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. താങ്ക് യു.